ബിജെപിക്ക് ശക്തമായ സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ് പാലക്കാടെന്ന് ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. വിവിധ ജനകീയ വിഷയങ്ങളിൽ ബിജെപി ക്രിയാത്മകമായി ഇടപെടൽ നടത്തി. എൻഡിഎ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പാലക്കാട്ടുകാർക്ക് എയിംസ് ഉറപ്പാണ്. രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും ഒന്നാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തവണ കേരളത്തിൽ നിന്നും ജനപ്രതിനിധികൾ ഉണ്ടായാലേ വികസനം എത്തുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട് എന്നതാണ് മുദ്രാവാക്യമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട്ടിലെ നിരവധി ജനകീയ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് നെൽകർഷകരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ വികസന പ്രശ്നങ്ങളിലുമെല്ലാം ഏറ്റവും ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയും എൻഡിഎയും ഇടപെട്ടിട്ടുണ്ട്. ആ ജനകീയ പ്രശ്നങ്ങളിൽ ഞങ്ങളുടെ ഇടപെടൽ, അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാർ പാലക്കാടിനായിട്ട് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നൽകി വരുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, ഇത് തീർച്ചയായിട്ടും പാലക്കാട് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ട് മുന്നണിയും കേരളത്തെ സംബന്ധിച്ചോളം രണ്ട് മുന്നണിയുടെ സ്ഥാനാർത്ഥികളും ഒന്നാണെന്നുള്ള കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ നിന്ന് ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെടണം. ഇത്തവണ ലോക്സഭയിൽ കേരളത്തിൽ നിന്നും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ കേരളത്തിൽ വികസന പ്രവർത്തനം എത്തുള്ളൂ, പാലക്കാട് എത്തുള്ളൂ എന്നുള്ളത് കേരളത്തിലെയും പാലക്കാടിലെയും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ടാവും.